ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മളൊരു അടിപൊളി കട്ട്ലേറ്റ് ആണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന കട്ട്ലേറ്റ് ആയിട്ട് ഒരു ബന്ധവുമില്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണ്. ഷവർമ വെച്ചിട്ടാണ് ഈ ഒരു കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നോമ്പില്ലെങ്കിൽ ശരിക്കും നമ്മുടെ കൺട്രോൾ പോവും, അത്രയും സ്മെല്ലായിരിക്കും. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിൽ 2 ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറുത് മതി, വലിയ ഒന്നാണെങ്കിൽ അത് മതി. ഉരുളക്കിഴങ്ങ് അധികം ആവശ്യമില്ല. പിന്നെ നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം കാബേജ് കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിനി കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സെയിം റെസിപ്പി ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഇല്ലാതെയും ചെയ്യാം, വെജിറ്റബിൾ കട്ട്ലേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാം ഉണ്ടാവണമെന്നില്ല. ഞാൻ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 200 ഗ്രാമോളം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് വീഡിയോയിൽ ചെറുങ്ങനെ കട്ടായി പോയി. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം, നല്ലപോലെ കമ്പൈനാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ചെറിയ ബോൾ എടുത്തിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ കട്ട്ലേറ്റ് മോൾഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ റൗണ്ട് ആയിട്ടാണ് ചെയ്യുന്നത്. സ്ക്വയർ ആയിട്ടാണെങ്കിൽ സ്ക്വയർ ആയിട്ട്, ഓവലായിട്ടാണെങ്കിൽ ഓവലായിട്ട്, ഏതാണോ നിങ്ങൾക്ക് വേണ്ട ഷേപ്പ് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മളെല്ലാം ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പുളിക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഇതൊരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു മയോണൈസിലാണ് നമ്മൾ കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ആദ്യം മയോണൈസിൽ ഡിപ്പ് ചെയ്യുക, പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു 2-3 എണ്ണം ഡിപ്പ് ചെയ്തിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി, ഒരാളാണ് ചെയ്യുന്നെങ്കിൽ. കാരണം മയോണൈസും ബ്രെഡ് ക്രംസും രണ്ടും കൂടി ഒറ്റ കയ്യിൽ ചെയ്യേണ്ട. എന്നിട്ട് കൈ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കവർ ചെയ്താൽ മതി. ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കവർ ചെയ്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് മറിച്ച് തിരിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഇത് പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളി സ്മെല്ലാണ്. ഞാൻ മുമ്പ് ഒരു മയോണൈസ് ബ്രെഡിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, അധികം പേരൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അതും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ആയിരുന്നു, സൂപ്പർ സ്മെല്ല് വരും. അത് ഫുള്ളായിട്ട് തീരാനുള്ള സമയം വരെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് നമ്മളെ കൺട്രോളൊക്കെ പോവും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, ഇത് എണ്ണയിൽ നിന്ന് മാറ്റാണ്ട് ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ അടിപൊളി ടേസ്റ്റുമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്